എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. നമുക്കിന്ന് നദികളെക്കുറിച്ച് നോക്കാം. ഈ നദികളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ഉപദ്വീപ്യൻ നദികളെന്നും ഹിമാലയൻ നദികളെന്നും. ആദ്യം നമുക്ക് ഉപദ്വീപ്യൻ നദികളെക്കുറിച്ച് നോക്കാം. ഈ PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ഈ ഉപദ്വീപ്യൻ നദികൾ, ഹിമാലയൻ നദികൾ ഏതൊക്കെയെന്നുള്ളത്. നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കുക, വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപ്യ നദികൾ. ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപ്യ നദികൾ. ഉപദ്വീപ്യ നദികളിലെ വെള്ളം പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് ഇവയിൽ വെള്ളം വളരെ കുറവായിരിക്കും. എന്തിനാണ്? ഉപദ്വീപ്യ നദികളിലെ വെള്ളം പൂർണ്ണമായും മഴയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആയതിനാൽ വേനൽക്കാലത്ത് ഇവയിൽ വെള്ളം വളരെ കുറവായിരിക്കും. ഉപദ്വീപ്യ നദികളിൽ പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മലകളിൽ നിന്നാണ്. എങ്ങനെയാണ്? ഉപദ്വീപ്യ നദികളിൽ പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മലകളിൽ നിന്നാണ്. ഇപ്പം PSC കൂടുതലായിട്ട് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുക. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്നെങ്കിൽ നിങ്ങളത് റിപ്പീറ്റ് കാണുക, അല്ലെങ്കിൽ കേൾക്കുക. വീട്ടമ്മമാരായാലും കുട്ടികളായാലും ശരി, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇത് കേട്ടാലും മതി. അപ്പോൾ നിങ്ങളുടെ പണിയും നടക്കും, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഉപദ്വീപ്യ നദികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത താരതമ്യേന കുറവ്, കുറഞ്ഞ ജലസേചന ശേഷി, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവ്. എന്തൊക്കെയാണ്? താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത താരതമ്യേന കുറവ്, കുറഞ്ഞ ജലസേചന ശേഷി, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവ്. ഇതൊക്കെ ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പ്രധാന ഉപദ്വീപ്യ നദികളാണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപ്യ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപ്യ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ കൃഷ്ണയും കാവേരിയും പിന്നെ നമുക്ക് ഓർത്തു വയ്ക്കാം. കാരണം കിഴക്കോട്ട് അതിലൊരു കായുണ്ട്, കൃഷ്ണ കാവേരിക്ക് ഒരു കായുണ്ട്. അപ്പം അത് രണ്ടും. പിന്നെ ഗോദാവരിയും നമുക്ക് വേണമെങ്കിൽ ഒന്ന് സാമ്യപ്പെടുത്താം. അതും കായും ഗായും ഒന്ന് ചേർന്നിരിക്കുകയല്ലേ, അങ്ങനെ വേണമെങ്കിൽ നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ മഹാനദി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യ നദികൾ പതിക്കുന്നത് അറബിക്കടലിലാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യ നദികൾ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. എങ്ങനെയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഈ കിഴക്കിന് 3 അക്ഷരമുണ്ട്, ബംഗാളിന് 3 അക്ഷരമുണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. കിഴക്ക്, ബംഗാൾ, അത് 3 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതോ തോന്നും അതുപോലെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നർമ്മദ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് ചിലപ്പം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം, ചിലപ്പം ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. നർമ്മദ നദിയുടെ ഉദ്ഭവസ്ഥാനം അമർഖണ്ഡക് കുന്നുകളിലെ മൈക്കല പർവ്വതനിരകളിലാണ്. നർമ്മദ നദിയുടെ ഉദ്ഭവസ്ഥാനം അമർഖണ്ഡക് കുന്നുകളിലെ മൈക്കല പർവ്വതനിരകളിലാണ്. ഇതെവിടെയാണ്? മധ്യപ്രദേശ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയും നർമ്മദയാണ്. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ്. പ്രാചീന കാലത്ത് രേവ, നർമ്മദയുടെ നറും എടുത്തിട്ട് രേവയ്ക്ക് രേഖ എന്നർത്ഥം, നേർരേഖ, അങ്ങനെ ഒന്ന് നോക്കാമല്ലോ. അപ്പോൾ പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നേർരേഖ, അങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെടുന്ന നദിയും നർമ്മദയാണ്. വിന്ധ്യ, സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപ്യ നദിയും നർമ്മദയാണ്. വിന്ധ്യ, സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപ്യ നദി
നർമ്മദയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും നർമ്മദയാണ്. നമ്മൾ പറഞ്ഞു ഇത് എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? അമർകണ്ടക് കുന്നുകളിലെ മൈക്കല പർവ്വതനിര. ഇതെവിടെയാണുള്ളത്? മധ്യപ്രദേശ്. അപ്പോൾ എന്തിനാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും നർമ്മദയാണ്. സർദാർ സരോവർ ഡാം, ദുവാന്തർ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ ഡാമും ദുവാന്തർ വെള്ളച്ചാട്ടവും എന്നിവ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. നർമ്മദാ നദിയുടെ നീളം 1312 കിലോമീറ്റർ, അല്ലെങ്കിൽ 1312 ഇങ്ങനെ ഓർത്തെടുത്താലും മതി. 1312 കിലോമീറ്റർ. നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. എങ്ങനെയാണ്? നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ താവ, ബഞ്ചാർ ആണ്. എങ്ങനെയാണ്? നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ താവ, ബഞ്ചാർ എന്നിവയാണ്. നർമ്മദാ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡ്ല. ഇതൊക്കെയാണ് നർമ്മദാ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡ്ല. നർമ്മദാ നദിയെ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. എങ്ങനെയാണ്? നർമ്മദാ നദിയെ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി നർമ്മദയാണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം നർമ്മദയാണ്. ഈ കൻഹ ദേശീയോദ്യാനം എവിടെയാണ്? മധ്യപ്രദേശിലാണുള്ളത്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം നർമ്മദയിലാണ്. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിന് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. എങ്ങനെയാണ്? ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിന് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നെക്സ്റ്റ് നമുക്ക് കാവേരി നദിയെക്കുറിച്ച് നോക്കാം. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡാമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയിലാണ്. കാവേരി നദിയുടെ ഉദ്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ്. കാവേരി നദിയിലെ ഉദ്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ്. തലക്കാവേരി കർണാടകത്തിലെ കുടക് ജില്ല. എവിടെയാണ്? തലക്കാവേരി കർണാടകത്തിലെ കുടക് ജില്ല. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്റർ. കാവേരി നദിയുടെ നീളം എത്രയാണ്? 800 കിലോമീറ്റർ. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. എന്താണ് കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം? ഹൊഗനക്കൽ. കാവേരി നദി തീരത്ത് പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, നാമക്കൽ, മേട്ടൂർ. ഏതൊക്കെയാണ് കാവേരി നദി തീരത്തെ പ്രധാന പട്ടണങ്ങൾ? ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, നാമക്കൽ, മേട്ടൂർ. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹരംഗി, ഭവാനി, കബനി, ലക്ഷ്മണതീർത്ഥം, അർക്കാവതി, പാമ്പാർ, അമരാവതി. ഏതൊക്കെയാണ് കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ? ഹരംഗി, ഭവാനി, കബനി, ലക്ഷ്മണതീർത്ഥം, അർക്കാവതി, പാമ്പാർ, അമരാവതി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അതേ നദികൾ തന്നെയാണ് കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ. ഏതാണ് കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ? കബനി, ഭവാനി, പാമ്പാർ. കർണാടകത്തിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജ സാഗർ. ഏത് ഡാമാണ്? കർണാടകത്തിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജ സാഗർ. നെക്സ്റ്റ് നമുക്ക് മഹാനദിയെക്കുറിച്ച് നോക്കാം. മഹാനദിയുടെ ഉദ്ഭവം എന്ന് വെച്ചാൽ സിഹാവ അമർകണ്ടക് കൊടുമുടിയിലാണ്. എവിടെയാണ്? സിഹാവ അമർകണ്ടക് കൊടുമുടി, ഛത്തീസ്ഗഡിലാണ്. മഹാനദിയുടെ നീളം 858 കിലോമീറ്റർ. എത്രയാണ്? 858 കിലോമീറ്റർ. നമ്മൾ നർമ്മദാ നദിയുടെ നീളം എത്രയാണെന്നാണ് പറഞ്ഞത്? 13-12 ഞാൻ ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞായിരുന്നു. 1312 കിലോമീറ്റർ. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്റർ. മഹാനദിയുടെ നീളം എത്ര? 858 കിലോമീറ്റർ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ്
ഒഡീഷ, മധ്യപ്രദേശ്. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതാണ്? ഒഡീഷ, മധ്യപ്രദേശ്. മധ്യപ്രദേശിലൂടെ ഒഴുകുന്ന നദി ഏതായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, നർമ്മദ. മധ്യപ്രദേശിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. മഹാനദിയുടെ പ്രധാന പോഷക നദിയാണ് ഷിയോനാഥ്, ഇബ്, ടെല്ല്. മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഷിയോനാഥ്, ഇബ്, ടെല്ല്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് സാമ്പൽപൂർ, കട്ടക്ക്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് സാമ്പൽപൂർ, കട്ടക്ക്. പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ്. എവിടെയാണ്? പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ്. മഹാനദിയുടെ കൂടുതൽ ഭാഗവും ഏതിലൂടെയാണ് ഒഴുകുന്നത്? ഛത്തീസ്ഗഡിലൂടെയാണ്. മഹാനദിയുടെ കൂടുതൽ ഭാഗവും ഒഴുകുന്നത് ഛത്തീസ്ഗഡിലൂടെയാണ്. അടുത്ത നമുക്ക് കൃഷ്ണയെക്കുറിച്ച് നോക്കാം. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ്യ നദി കൃഷ്ണയാണ്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ്യ നദി. ആദ്യത്തെ നദി ഗോദാവരിയാണ്. അതിനെക്കുറിച്ച് വരുന്നുണ്ട്, പറയാം കേട്ടോ. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയും കൃഷ്ണയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയും കൃഷ്ണയാണ്. കൃഷ്ണ നദിയുടെ ഉദ്ഭവം മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദിയുടെ ഉദ്ഭവം. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്ററാണ്. കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. എന്തിനാണ്? കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി എന്നിവയാണ്. തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി. കൃഷ്ണ എന്നല്ലേ പേര്. അപ്പം കൃഷ്ണന് ഭയങ്കര പ്രഭയായിരിക്കുമല്ലോ. അപ്പം 2 പ്രഭയും ഓർത്തു വെച്ച്, ഗൗഡപ്രഭ, മാലപ്രഭ. പിന്നെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയതൊന്ന് ഭീമനാണ് അല്ലേ, കൃഷ്ണനും ഭീമനും ഒക്കെ. പിന്നെ ഈ തുംഗഭദ്ര, കൊയ്ന, പാഞ്ച്ഗംഗ, മുസി, ഇത് വേറെ എന്തെങ്കിലുമൊക്കെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മുസി. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മുസി. കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗറും അലമാട്ടിയും. കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ നാഗാർജുന സാഗറും അലമാട്ടിയും. കൃഷ്ണനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. എന്താണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ്യ നദിയും ഗോദാവരി തന്നെയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ്. എവിടെയാണ്? ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ്. ഇതെവിടെയാണ്? മഹാരാഷ്ട്ര. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. ഇത് നിങ്ങൾ റിപ്പീറ്റ് അടിച്ചൊന്ന് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. അത് അങ്ങനെ പതിഞ്ഞോളും. ഓക്കെ. ഗോദാവരി തീരത്തെ പ്രധാന പട്ടണങ്ങൾ നാസിക്കും നിസാമാബാദുമാണ്. ഏതാണ്? ഗോദാവരി തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് നാസിക്കും നിസാമാബാദും. നമ്മൾ പ്രധാനപ്പെട്ട നദികൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ. താപ്തി നദിയുടെ ഉദ്ഭവം സത്പുര നിലയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ്. എവിടെയാണ് താപ്തി നദിയുടെ ഉദ്ഭവം? സത്പുര നിലയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ്. മധ്യപ്രദേശിൽ തന്നെ വേറൊരു നദിയും കൂടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? നർമ്മദ. ഓർത്തു വെച്ചോണം, നർമ്മദ.
ഓക്കെ, നർമ്മദ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? അമർഖണ്ഡ കുന്നുകളിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നും. മധ്യപ്രദേശിലെ തന്നെ അമർഖണ്ഡ കുന്നുകളിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നും. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് നർമ്മദയും രണ്ടാമത് താപ്തിയാണ്. നർമ്മദ കഴിഞ്ഞിട്ട് താപ്തിയാണ് വരാനുള്ളത്. വിട്ടുപോയതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ നദികളെയും പറയുന്നില്ല, പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ പറ്റുന്ന നദികൾ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. താപ്തി നദിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ. താപ്തി നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം, ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. താപ്തി നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് സൂറത്ത് എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് വെച്ചാൽ, താപ്തി നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം അല്ലെങ്കിൽ സൂറത്ത് ഏത് നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെ മാറ്റിയും തിരിച്ചും ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി താപ്തി. താപി അതിൽ തന്നെ ഉണ്ട്, താപ്തിയിൽ തന്നെ ഉണ്ട് ഒരു താപി. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. ഉക്കായി കാക്രപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി. ഏതാണ്? ഉക്കായി കാക്രപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് താപ്തി. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് താപ്തി. ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെല്ലാം പതിക്കുന്നത് അറബിക്കടലിലാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഹിമാലയൻ നദികളുമായിട്ടും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.